الحمد لله المتفرد بالجمال والكمال المتصف بالعزة والجلال عالم الغيب والشهادة الكبير المتعال أحمده سبحانه وأشكره على سابغ النعم وجزيل النوال وأشهد أن لا إله إلا الله وحده لا شريك له تنزه عن الشبيه والمثال وأشهد أن لا إله وأشهد أن محمدا عبده ورسوله خير من صلى وصام وعبد ربه على أحسن حال صلى الله عليه وعلى آله وصحبه وسلم تسليما كثيرا إلى يوم المآل أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله സ്നേഹാദരരായ വിശ്വാസികളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവേ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ച് അവന്റെ ഇഷ്ടം ലക്ഷ്യമാക്കി പൊരുത്തം ലക്ഷ്യമാക്കി ജീവിക്കാൻ പരമാവധി ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുക. കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ താമസിക്കാൻ ഒരു വീട് സ്വന്തമായി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. ഒരു വീട് സ്വന്തമായി ഉണ്ടാകണമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെടാനും എന്ത് ത്യാഗം സഹിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിലും അതിനൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ എത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ വീടുണ്ടാക്കിയാൽ ഈ ലോകത്ത് നാം ഉണ്ടാക്കുന്ന നമ്മുടെ സ്വന്തം ഭവനങ്ങൾ, മണിമാളികകൾ എല്ലാം നശിച്ചു പോകും. കുല്ലുമൻ അലൈഹാ ഫാൻ, എല്ലാം നശിച്ചു മണ്ണടി. അതുകൊണ്ട് തന്നെ ഇവിടത്തെ ജീവിതം, ഇവിടത്തെ വീട്ടിലെ ജീവിതം നമുക്കൊരിക്കൽ ശാശ്വതമല്ല. ഒരു പ്രകൃതിക്ഷോഭമുണ്ടായി, ഒരു വെള്ളപ്പൊക്കമുണ്ടായി, ഒരു ഭൂകമ്പമുണ്ടായി, അല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോകും. അങ്ങനെയൊക്കെ നമ്മൾ താമസിക്കുന്ന നമുക്കിപ്പോ സമാധാനം നൽകുന്ന വീട് നഷ്ടപ്പെടാൻ സാധ്യതയേറെ. നാം ആലോചിച്ച് നോക്കൂ, ഇവിടെ നമുക്ക് സ്വന്തമായ ഒരു ഭവനമില്ലെങ്കിലും പരലോകത്തൊരു ഭവനം നമുക്ക് സ്വർഗത്തിൽ ഉണ്ടായില്ലേ പറ്റൂ, അല്ലേ? കാരണം ഇവിടത്തെ ജീവിതം നമുക്ക് ശാശ്വതമല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ പരലോക ജീവിതമാണ് ലോങ് ലൈഫ്, ഇത് ഷോർട്ട് ലൈഫാണ് ഇവിടുത്തെ ജീവിതം. അതുകൊണ്ട് ആ ലോങ് ലൈഫിൽ, ദീർഘകാലമായ ജീവിതത്തിലേക്ക് വേണ്ടിയുള്ള ഒരു വീട്, ഒരിക്കലും നശിക്കാത്ത വീട്, ജപ്തി ചെയ്യപ്പെടാത്ത വീട്, വാടക ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരാത്തൊരു വീട് നമുക്ക് സ്വന്തത്തിൽ വേണ്ടേ? വേണം, തീർച്ചയായും, അല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ കൃത്യമായി ഈ വിഷയം ഒന്ന് പഠിച്ചാൽ ഭൂമിയിൽ വീടുണ്ടാക്കാൻ ഉള്ള അത്രയും ബുദ്ധിമുട്ട് സ്വർഗത്തിൽ വീടുണ്ടാക്കാൻ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കൃത്യമായി പ്രാമാണികമായി നമ്മളത് പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമാണ്, അല്ലേ? വിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. സൂറത്ത് തൗബയിലെ 72-ാമത്തെ ആയത്തിൽ വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി, വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിവാരത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിന്റെ പൂന്തോപ്പുകൾ,
ഖാലിദീന ഫീഹാ, അതിലവർ ശാശ്വതവാസികളായിരിക്കും. വമസാകിന തയ്യിബതൻ, ഏറ്റവും നല്ല വീടുകളുണ്ട് അവിടെ. ഫിജന്നാതി അദ്നിൻ, സ്ഥിരവാസത്തിനുള്ള സ്വർഗ്ഗത്തോപ്പുകളിൽ. വരിദ്വാനും മിനല്ലാഹി അക്ബറു ദാലിക്, അതാണ് അല്ലാഹുവിങ്കിൽ നിന്നുള്ള തൃപ്തിയാണ് ഏറ്റവും വലുത്. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാണ് മഹത്തായ വിജയം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. നമുക്ക് സ്വർഗത്തിൽ ഒരു വീട് കിട്ടാൻ ലഭിക്കാൻ വേണ്ടി ഇഹലോകത്ത് എന്തും ത്യജിക്കാൻ സന്നദ്ധമായിരുന്നു നമ്മുടെ മുൻഗാമികൾ, അല്ലേ? ലോകത്തുള്ള മൊത്തം വിശ്വാസികൾക്ക് മാതൃകയായി എടുത്തു പറഞ്ഞ, അല്ലാഹു ഉദാഹരണമായി എടുത്തു പറഞ്ഞ ഫിർഔന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ. മൂസാ നബിയിൽ വിശ്വസിച്ചതുകൊണ്ട് ഫിർഔൻ അല്ല റബ്ബ്, ഏകനായ റബ്ബാണ് എന്റെ റബ്ബ്, അവന് മുന്നിൽ മാത്രമേ ഞാൻ എന്റെ ശിരസ് തലകുനിക്കുകയുള്ളൂ, അവന് മാത്രമേ സുജൂദ് ചെയ്യുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാവുകയാണ്. നോക്ക്, അല്ലേ? ക്രൂരമായ പീഡനങ്ങൾക്ക് അവർ വിധേയമാവുകയാണ്. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു. അവിടെ തഫ്സീറിൽ കാണാൻ കഴിയും, കഠിനമായ ചൂട്, പൊള്ളുന്ന ചൂടിന്റെ താഴെയാണ് അവരെ കിടത്തിയിരിക്കുന്നത്. എന്നിട്ട് അവരെ ശിക്ഷിക്കുകയാണ്, കഠിനമായി പീഡിപ്പിക്കുകയാണ് ഫിർഔൻ. ആ കഠിനമായ പീഡനത്തിനിടയിലും അവര് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് കാലത്ത് അവര് പറഞ്ഞ സന്ദർഭം വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാ, എനിക്ക് നീ നിന്റെ സ്വർഗത്തിൽ ഒരു വീട് എനിക്ക് തരണേ റബ്ബേ. ഈ ഫിർഔൻ, ക്രൂരനായ ഫിർഔനെയും അവന്റെ ചെയ്തികളിൽ നിന്നും, അക്രമികളായ ആളുകളിൽ നിന്നും അല്ലാ എന്നെ കാക്കണേ. വിളിച്ചു പറയും. നമുക്ക് മഹതിയായ ആസിയ റളിയല്ലാഹു അൻഹ തഫ്സീറിൽ കാണാൻ കഴിയും. ആ കിടന്ന കിടപ്പിൽ വലിയൊരു പാറക്കല്ല് നെഞ്ചിലേക്ക് എടുത്തു വെച്ചു. അവര് സ്വർഗം നേടി ഇറങ്ങത്തിൽ ജന്ന, അവർ ആവശ്യപ്പെടുന്നതുപോലെ സ്വർഗം അവര് ഭൂമിയിൽ നിന്ന് തന്നെ കിടന്ന കിടപ്പിൽ സ്വർഗത്തിലെ തന്റെ വീട് കാണുകയാണ്. ഫിർഔൻ ഇങ്ങനെ, ആസിയ ബീവി ഇങ്ങനെ ജീവന് വേണ്ടി വലിയൊരു പാറക്കല്ല് നെഞ്ചിലേക്ക് എടുത്തു വെച്ച് ജീവന് വേണ്ടി പെടയുമ്പോ അത് കാണാൻ വേണ്ടി വന്നിട്ട് ഫിർഔൻ നോക്കുമ്പോ ആസിയ ചിരിക്കുകയാണ്. ക്രൂരനായ ഫിർഔൻ തന്റെ കിങ്കരന്മാരോട് പറയാണ്, ഈ ഭ്രാന്തി പെണ്ണിനെ നോക്ക്, അവളെ ഇങ്ങനെ നമ്മൾ പീഡിപ്പിക്കുമ്പോഴും അവളെ ചിരിക്കുകയല്ലേ ചെയ്യുന്നത്. അവര് ചിരിച്ചത് സ്വർഗത്തിൽ അല്ലാഹുവോട് ചോദിച്ചു വാങ്ങിയ വീടിനെ കണ്ടവർ ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇത്രയും ത്യാഗങ്ങളില്ലാതെ തന്നെ സ്വർഗത്തിൽ ഒരു വീട് നമുക്ക് നിർമ്മിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യമാണ്. ചെറിയ ശ്രദ്ധയും കുറഞ്ഞ നേരത്തെ പ്രവർത്തനവും കൊണ്ട് തന്നെ നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാകും. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട, സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാമത് തഖ്വയാണ്. നേരത്തെ പറഞ്ഞു, ശരിയായ ഈമാൻ വേണം, അതിനനുസരിച്ചുള്ള അമൽ സ്വാലിഹാത്ത് വേണം. അത് തഖ്വയാണ്, തഖ്വയുടെ ഭാഗമാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ സ്വർഗത്തിൽ എത്തിക്കുന്ന പ്രവർത്തനമാണ് തഖ്വ, അഥവാ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത്, അല്ലേ? തഖ്വ പാലിക്കുന്നവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ ഭവനം ലഭിക്കുമെന്നാണ് അല്ലാഹു നമുക്ക് നൽകുന്ന സന്തോഷ വാർത്ത. വിശുദ്ധ ഖുർആൻ പറയുന്നത്, ലഹും ഗുറഫുൻ മിൻ ഫൗഖിഹാ ഗുറഫുൻ മബ്നിയ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ. എന്നാൽ അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിച്ചവർ, റബ്ബഹും തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ച് ജീവിച്ചവർ, ലഹും ഗുറഫുൻ അവർക്ക് മണിവേടയുണ്ട്, മണിമാളികയുണ്ട്, വീടുണ്ട്. മിൻ ഫൗഖിഹാ ഗുറഫുൻ മബ്നിയ മേൽക്കുമേൽ തട്ടുതട്ടായ പല ഫ്ലോറുകളുള്ള മാളികകളാണ് അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ അതിന്റെ അടിയിലൂടെ ഇങ്ങനെ പുഴ ഒഴുകുന്നുണ്ട്. അല്ലാഹുവിന്റെ ഓഫറാണത്, മനുഷ്യരുടെ ഓഫറല്ല. നമ്മൾ പലതും പറയും, പിന്നീട് മാറ്റി പറയും. അല്ലാഹു പറയുന്നത്, അല്ലാഹു വാഗ്ദത്തം ലംഘിക്കുന്നവനല്ല, തരാമെന്ന് പറഞ്ഞ ഉറപ്പാണ്. എന്താ പ്രിയപ്പെട്ടവരെ, എന്താണ് പ്രിയപ്പെട്ടവരെ തഖ്വ എന്ന് പറഞ്ഞാൽ? മഹാനായ ഉബയ്യ് റളിയല്ലാഹു അൻഹു
മഹാനായ ഉമയ്യ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, കല്ലും മുള്ളും നിറഞ്ഞൊരു വഴിയിലൂടെ നീ നടക്കുമ്പോ എങ്ങനെയാ നടക്കുക? വളരെ പ്രയാസമുള്ള ഒരു വഴിയിലൂടെ, കുഴിയുണ്ട്, കുണ്ടുണ്ട്, ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ കാലിടറി സ്ലിപ്പായി വീണു പോകും. ആ ഒരു വഴിയിലൂടെ നടക്കുമ്പോ എത്ര കെയറായിട്ടായിരിക്കും നീ നടക്കുക, അല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ, അതാണ് തഖ്വ എന്ന് പറഞ്ഞത്. എല്ലാ ദുനിയാവിൽ തിന്മയിലേക്ക് നമ്മളെ നയിക്കുന്ന, റബ്ബിനെ ഭയപ്പെടാത്ത ജീവിതം നയിക്കാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ആ റൂട്ടിലൂടെയാണ് നമ്മൾ നടക്കുന്നുവെങ്കിലും അല്ലാഹുവെ ഭയന്നുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി പാലിച്ചുകൊണ്ട് നടക്കുക എന്നതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം, സ്വർഗത്തിന്റെ വീട് കിട്ടാൻ നമുക്ക് വേണ്ടത് ക്ഷമയാണ്. ക്ഷമയെന്നത് ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ച ഒരു സൽക്കർമ്മമാണ്. ഏത് ഘട്ടത്തിലും ക്ഷമ മുറുകെ പിടിക്കണം. ദൃഢചിത്തരായ ഉലുൽ അസ്മിലെ പ്രവാചകന്മാർ ക്ഷമ കൈക്കൊണ്ടതുപോലെ ക്ഷമ കൈക്കൊള്ളണം. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു, വസ്ബിർ അലാ മാ അസാബക്, നിനക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നീ ക്ഷമ കൈക്കൊള്ളണം. വസ്ബിർ അലാ മാ യഖൂലൂൻ, അവർ എന്തെങ്കിലും പറഞ്ഞോട്ടെ, പലതും പറയും. കൃത്യമായ ഇസ്ലാമിക ആദർശം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കൊടരുതാത്തവരാകും. നമ്മളെ പറ്റി ട്രോളാനും കമന്റാനും ആളുകളുണ്ടാകും. അവരെന്തോ പറഞ്ഞോട്ടെ റസൂലേ, ക്ഷമിക്കൂ റസൂലേ, അല്ലേ? എത്രടത്ത് ഖുർആൻ പറഞ്ഞു? ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ മകനോടാണ് പറഞ്ഞു, വസ്ബിർ അലാ മാ അസാബക്, മോനെ എന്ത് തന്നെ ഉണ്ടായാലും നീ ക്ഷമിക്കണം. വല്ലാത്തൊരു ക്ഷമയാണ്. നമ്മൾ മനസ്സിലാക്കി, ക്ഷമ 3 തരത്തിലുണ്ട്. ആ തരത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ക്ഷമ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഖളാഇൽ ക്ഷമിക്കുക എന്നതാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം പൊട്ടക്കണത്തിൽ വീണപ്പോൾ ക്ഷമിച്ചതുപോലെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തെറിഞ്ഞപ്പോ അദ്ദേഹം ക്ഷമിച്ചതുപോലെ, യൂനുസ് നബിയെ കടലിൽ വെച്ച് മത്സ്യം അതിന്റെ ഉദരത്തിൽ വയറ്റിനുള്ളിലാക്കിയപ്പോ ക്ഷമിച്ചതുപോലെ, ആ ക്ഷമിക്കുന്ന പ്രത്യേകത എന്നറിയോ? 3 വിധത്തിലുള്ള ക്ഷമ എന്ന് പറഞ്ഞാൽ, ഒന്ന് സബൂർ അൽ മുഹറമാത്ത്, ഹറാമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ക്ഷമ. 2 സബൂർ അൽ വാജിബാത്ത്, നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ക്ഷമ. ഇത് രണ്ടിനും ചോയ്സ് ഉണ്ട് നമുക്ക്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം. പക്ഷെ ഖളാ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ. നമുക്കതിൽ ചോയ്സ് ഇല്ല. അള്ളാഹിന്റെ വിധിക്ക് നമ്മൾ വിധേയരാവുകയാണ്. നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. ആ ക്ഷമയാണ് ക്ഷമയിൽ ഏറ്റവും നല്ല ക്ഷമയെന്ന് വിശുദ്ധ ഖുർആൻ അവിടെ കൃത്യമായി പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഉലൈക, നമുക്ക് സൂറത്തുൽ ഫുർഖാനിലെ റഹ്മാനായ ഇബാദുർ റഹ്മാൻ, പരമകാരുണികനായ അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകളുടെ ഗുണവിശേഷങ്ങൾ എല്ലാം പറഞ്ഞ ശേഷം അവസാനമായി അവർക്ക് ലഭിക്കുന്ന നേട്ടത്തെ കുറിച്ച് പറഞ്ഞത്, ഉലൈക യജസൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. അക്കൂട്ടർക്ക് അവർക്കാണ് അല്ലാഹു മാളിക നൽകുന്നത്, വീട് നൽകുന്നത്. എവിടെ? സ്വർഗ്ഗത്തിൽ. ബിമാ സബറു, ബിമാ സബറു, കാരണം അതാണ്, അവർ ക്ഷമിച്ച കാരണത്താൽ. ദുനിയാവിലെ എല്ലാ പ്രയാസങ്ങളും സഹിച്ച് ക്ഷമിച്ച് അതിൽ അടിപതറാതെ, ആരെയും പഴി പറയാതെ, റബ്ബിലുള്ള വിശ്വാസം കുറച്ചു പോകാതെ, ദീനിനോടുള്ള വെറുപ്പൊന്നും ഉണ്ടാകാതെ എല്ലാം ക്ഷമിച്ച് സഹിച്ച് നിൽക്കുന്നത് കൊണ്ട് അതാണ് പറഞ്ഞത്, അവർക്കവിടെ ആശംസ വാക്കുകൾ പറയാൻ, സമാധാനത്തിന്റെ വാക്കുകൾ ആശംസിക്കാൻ മലക്കുകൾ ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലെ 75-ാമത്തെ ആയത്തിൽ ഒന്ന് കേൾക്കുന്നു, അല്ലേ? ഇവിടെ പറഞ്ഞത് ക്ഷമ അവലംബിച്ചാൽ സ്വർഗീയ ഭവനം നമുക്കും സാധ്യമാകുമെന്ന്. പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്, 3-ാമത്തെ കാര്യം നല്ല സംസാരം, നല്ലത് പറയാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഖൗലുൻ മഅറൂഫ്. ഒരു യാചകൻ നമ്മുടെ അടുത്ത് വന്നു, ഭിക്ഷ യാചിച്ച ഒരാൾ വന്നാൽ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ നല്ല വാക്ക് പറ, നല്ല വാക്ക് പറ. നിനക്കെന്താ അധ്വാനിച്ച് നിന്നോടെ, തടിമിടിക്കില്ലേ എന്ന് ചോദിക്കാൻ നമ്മളോട് റബ്ബ് പറഞ്ഞിട്ടില്ല. അയാളുടെ സാഹചര്യം നമുക്കറിയില്ല. എങ്ങനെയാണ് ഒരു യാചകന്റെ വേഷം കെട്ടേണ്ടി വന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നല്ല വാക്ക് പറയും. കലിമത്തുൻ ത്വയ്യിബത്തുൻ സ്വദഖത്തുൻ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല വാക്ക് പറയാൻ നമുക്ക് സാധിക്കുമോ? അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അന്ത്യദിനത്തിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയഖുൽ ഖൈറാ, നല്ലത് പറയട്ടെ. ഇല്ലേ, നല്ലത് പറയാനില്ലേ, ഒന്നുമില്ലേ, ഔ യസ്മു, മിണ്ടാതിരിക്കട്ടെ. റസൂൽ പറഞ്ഞ മാർഗമാണ്. ഇവിടെ നോക്ക്, ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ
നിലനിർത്തേണ്ട 4 ക്വാളിറ്റി അവിടെ പറഞ്ഞിരുന്നത് ഒറ്റ ഹദീസിലൂടെ. അതിലൂടെ ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ചും ഒരു ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വ്യക്തമാക്കി തരും. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് സ്വർഗത്തിൽ വിശിഷ്ടമായ ഒരു ഭവനം, ഒരു വീട് ഒരുക്കി വെച്ചിരിക്കുന്നു. അതിന്റെ പ്രത്യേകത എന്താണ്? അലി റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരാണ്. പ്രിയപ്പെട്ടവരെ, റസൂൽ നമ്മോട് പറയാണ്, ഇന്നഫിൽ ജന്നത്തി ഖുറഫൻ, തീർച്ചയായും സ്വർഗ്ഗത്തിൽ ഒരു മാളികയുണ്ട്, ഒരു മുറിയുണ്ട്, ഒരു റൂമുണ്ട്. എന്താ ആ റൂമിന്റെ പ്രത്യേകത? ആ റൂമിന്റെ പ്രത്യേകത എന്താ? തുറാ ളുഹൂറുഹാ മിൻ ബുതൂനിഹാ ബുതൂനുഹാ മിൻ ളുഹൂരിഹാ. അതിന്റെ അകത്തു നിന്നും പുറത്തു നിന്ന് ഭാഗവും പുറത്തു നിന്ന് അകവും കാണാനാവും. പുറത്തു നോക്കിയാൽ അകം കാണാൻ പറ്റും, അകത്തു നോക്കിയാൽ പുറവും കാണാൻ പറ്റുന്ന ഒരു മുറിയുണ്ട്. അതായത് ഇരുഭാഗത്തും നോക്കിയാൽ ഗ്ലാസ് ഇട്ടതുപോലെ ഉണ്ടാകും ആ റൂം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒരു അറാബി എണീറ്റ് ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, ഇത് ആർക്കുള്ളതാണ് റസൂലേ? ആർക്കാണിത് കിട്ടുക? റസൂൽ പറഞ്ഞു, ലിമൻ അതാബൽ കലാമ, നല്ലത് സംസാരിക്കുന്നവർക്ക്. ഒരൊറ്റ ഹദീസ് എന്നാണ് റസൂൽ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു, മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക. അവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ പറഞ്ഞില്ല, മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക. മൂന്നാമതായി പറഞ്ഞു അലാമസിയാം, നോമ്പ് പിടിക്കുന്നവരും. നാലാമതായി വസല്ലാമിൽ ലൈലി, രാത്രിയിൽ എണീറ്റ് നമസ്കരിക്കുന്നവൻ. വന്നാസുനിയാം, എല്ലാവരും ഉറങ്ങിക്കിടക്കെ, വീട്ടിലുള്ളവരും അല്ലേ, എല്ലാവരും ഉറങ്ങിക്കിടക്കെ എണീറ്റ് ആരും അറിയാതെ ഖിയാമുൽ ലൈൽ നിർവഹിക്കുന്നവരും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക്, വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു. റമദാൻ കഴിഞ്ഞു. റമദാനിൽ നമ്മൾ കാണിച്ച ശുഷ്കാന്തിയൊക്കെയും ഇബാദത്തുകളിലുള്ള പ്രത്യേകം. ഇത് റമദാനിൽ മാത്രമുള്ള ഇബാദത്തല്ല ഖിയാമുൽ ലൈൽ, റമദാനിൽ മാത്രമുള്ള ഒരു ഇബാദത്തല്ല നോമ്പ്, റമദാനിൽ മാത്രമുള്ള ഒരു ഇബാദത്തല്ല ഭക്ഷണം നൽകുക എന്നത്. നല്ലത് എപ്പോഴും പറയണം. നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയണേ എന്ന് വിശുദ്ധ ഖുർആൻ പറയും. ഏഴാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ്ഗത്തിൽ നമുക്കൊരു വീട് കിട്ടാൻ എന്ത് ചെയ്യണം? പള്ളി നിർമ്മാണം. അത് വലിയൊരു കാര്യമാണ്. പള്ളി നിർമ്മിക്കുക, ഉണ്ടാക്കുക. നമ്മളൊക്കെ പലപ്പോഴും പല ദാനധർമ്മങ്ങൾ ചെയ്യാറുള്ളവരാണ്, അല്ലെങ്കിൽ ചെയ്യേണ്ടവരാണ്. ഒരു വ്യക്തി നിർവഹിക്കുന്ന ദാനധർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദാനമാണ് അള്ളാഹുവിന്റെ വേണ്ടി ഒരു വീട് നിർമ്മിക്കുകയും അള്ളാഹുവിന് വേണ്ടി പള്ളി ഉണ്ടാക്കുകയും. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മരണശേഷവും നമ്മുടെ ഖബറിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു, മുറിഞ്ഞു പോകാത്ത, കട്ടായി പോകാത്ത, കണ്ടിന്യൂ ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഫലമാണ് യഥാർത്ഥത്തിൽ ഈ ഭവന നിർമ്മാണത്തിലൂടെ, അള്ളാഹുവിന് വീട് നിർമ്മിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് നമ്മൾ മനസ്സിലാക്കണം. നോക്കണം, ഇവിടെ പള്ളിക്കായി സമ്പത്ത് നൽകുന്നതിന് സ്വർഗത്തിൽ സ്വന്തമായി ഭവനം ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അൻ-നബിയ്യു മൻ ബനാ മസ്ജിദൻ ബനല്ലാഹു ലഹു മിത്ലഹു ഫിൽ ജന്ന. വളരെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും മൻ ബനാ മസ്ജിദൻ ബനല്ലാഹു ലഹു മിത്ലഹു ഫിൽ ജന്ന, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു ഭവനം നിർമ്മിച്ചാൽ അവൻ അതുപോലെ ഒരു ഭവനം സ്വർഗത്തിൽ അല്ലാഹു അവന് നിർമ്മിച്ചു കൊടുക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണ്ട? ഒരു പള്ളി മുഴുവനും കെട്ടാൻ വേണ്ടിയുള്ള സ്പോൺസർഷിപ്പും നമ്മൾ സ്പോൺസർ ചെയ്യണ്ട. ഒരു ഫാൻ വാങ്ങിക്കൊടുത്താലും, ഒരു AC വാങ്ങിക്കൊടുത്താലും, ഒരു മുസല്ല കൊടുത്താലും എല്ലാം ഈ പറഞ്ഞതിന്റെ കൂലി കിട്ടും. അല്ലാഹുവിന്റെ റസൂൽ എത്രത്തോളം പറഞ്ഞത്, മൻ ബനാ മസ്ജിദൻ ലില്ലാഹി കബിഹ്സി ഖതാതി, ആരാണോ അല്ലാഹുവിന് വേണ്ടി ഒരു കുരുവിക്കൂട്, കുരുവയറി ചെറിയൊരു പക്ഷിയല്ലേ കുരുവി, അതിന് കൂടുണ്ടാക്കാൻ എത്ര സ്ഥലം വേണം? അതിന് കൂടുണ്ടാക്കാൻ എത്ര സ്ഥലം വേണം? അത്ര സ്ഥലമെങ്കിലും അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി നമ്മൾ കൊടുത്താൽ, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതെങ്കിലും മൊത്തം ഒരു പള്ളി ഉണ്ടാക്കിയാലേ സ്വർഗ്ഗം കിട്ടും എന്നല്ല പറഞ്ഞു. ആ പള്ളി നിർമ്മാണത്തിന് വേണ്ടി നമ്മളുടെ ഒരു ഓഹരി എന്തായാലും എത്ര ചെറുതായാലും അത് സ്വർഗത്തിൽ നമുക്കൊരു വീട് കിട്ടാൻ കാരണമായി തീരുന്ന അമലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയണം. പ്രിയപ്പെട്ടവരെ, അതിനാൽ അതിനുവേണ്ടി അല്ലാഹുവിന്റെ ഭവനത്തിനായി അതിന്റെ പ്രവർത്തനങ്ങൾക്കുമായി നമ്മൾ ചെലവഴിക്കുന്നതൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, ഒരിക്കലും നഷ്ടമാകില്ല. മരിച്ചു പോയാലും ഇവിടെ ദുനിയാവിൽ നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിനപ്പുറത്ത് അതൊക്കെ ഖബർ വരെ ഉണ്ടാവും. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കിട്ടേണ്ടത് ഒരു കർമ്മമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മഹ്ശറയിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ഖബറിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കൂലി. എട്ടാമത്തെ പ്രിയപ്പെട്ടവരെ, റവാത്തിബ് സുന്നത്തുകളാണ്. പൊതുവെ ഈ കാര്യത്തിൽ
ഫർദ് നിസ്കാരത്തിന് ശേഷവും മുമ്പുള്ള സുന്നത്തിന്റെ പല കാര്യത്തിലും അതിന്റെ കാര്യത്തിൽ ഗൗരവമായി ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സുന്നത്തല്ലേ ഉള്ളൂ? എന്താ ചോദ്യത്തിന്റെ അർത്ഥം? അത് ചെയ്തില്ലെങ്കിൽ ആയിക്കോട്ടെ, ചെയ്തില്ലെങ്കിൽ അള്ളാഹ് ശിക്ഷിക്കുകയൊന്നുമില്ല. പക്ഷെ നമ്മുടെ ആ സംസാരത്തിലുണ്ട് റസൂലിന്റെ സുന്നത്തിനോടുള്ള നമ്മുടെ അവഗണന. സുന്നത്തല്ലേ എന്ന് പറഞ്ഞാൽ സുന്നത്ത് എടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പിന്നെ കിതാബിൽ എഴുതി വെച്ചാൽ മതിയോ? അത് ചെയ്യേണ്ടതല്ലേ, വേണ്ടതല്ലേ? റവാത്തിബ് സുന്നത്ത് അല്ലേ? പള്ളിയിൽ വെച്ച് തന്നെ നിർവഹിക്കണമെന്നുമില്ല, ഏറ്റവും നല്ലത് വീട്ടിൽ വെച്ച് നിർവഹിക്കണമെന്ന്. പക്ഷെ വീട്ടിൽ നിർവഹിക്കാറുണ്ടോ എന്ന് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തഅബറ അലാ 12 റകഅത്തൻ മിനസ് സുന്നത്തി 12 റകഅത്ത് പതിവാക്കിയാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീട് അവൻ അല്ലാഹു നൽകും. 12 റകഅത്തുകൾ അത് കൃത്യമായി ചെയ്യുന്നവന് സ്വർഗ്ഗത്തിൽ വീട് ഫ്രീ ആയി കിട്ടുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? റസൂൽ പറഞ്ഞു, സുബഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പ് 4, ളുഹറിന് ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2 എന്നിവയാണ് ആ പറഞ്ഞ 12 റകഅത്തുകൾ. ഇവിടെ നോക്ക്, വളരെ പ്രബലമായ ഒരു സുന്നത്ത്. സുന്നത്തല്ലേ എന്ന നിസാര ഭാവത്തിൽ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്നറിയോ? ഈ ഒരു ഗോൾഡൻ ചാൻസ് ആണ്, സ്വർഗത്തിലെ ഒരു വീടാണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. അത് നമ്മൾ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അല്പം ശ്രദ്ധ കൊടുത്ത് ജോലിക്കിടയിലും മറ്റും സുന്നത്ത് നമസ്കാരങ്ങൾ കൂടുതൽ സമയം കണ്ടെത്തിയാൽ നമുക്ക് ലഭിക്കുന്നത് സ്വർഗത്തിലെ ഒരു വീടാണ്. 9ാമത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഹദീസിൽ 9, 10, 11 കാര്യങ്ങൾ എന്താണ് സ്വർഗത്തിൽ വീട് കിട്ടാൻ? 1 തർക്കം ഒഴിവാക്കുക, 2 കളവ് പറയാതിരിക്കുക, 3 സൽസ്വഭാവം. ഈ 3 കാര്യങ്ങളുള്ളവർക്ക് ഞാൻ ഉറപ്പ് തരുന്നു, ഞാൻ ഗ്യാരണ്ടി സ്വർഗത്തിൽ വീട് നൽകുമെന്ന്. നബി ഉമാമത്ത് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന സഈം ബിബൈതി ഫി റബദിൽ ജന്ന, സ്വർഗത്തിന്റെ താഴ്ഭാഗത്തിന് വീട് നൽകാമെന്ന കാര്യത്തിൽ, കിട്ടുമെന്ന കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. ആര് പറയാണ്? അല്ലാഹുവിന്റെ റസൂൽ. ആർക്കാണ്? ലിമൻ തറക്കൽ മിറാ, തർക്കം ഒഴിവാക്കുക. എന്തിനും ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. വൈകാന മുഹിക്കൻ, ആ തർക്കിക്കുന്ന ഒരു കാര്യത്തിൽ അത് ന്യായമാണെങ്കിലും ആ തർക്കം ഉപേക്ഷിക്കുന്നവനാണ് സ്വർഗത്തിന്റെ താഴ്ഭാഗത്തൊരു വീട് അവന് ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും റസൂൽ പറഞ്ഞു, ഈ വസത്തിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിൽ സെന്ററിൽ ഒരു വീട് നൽകാമെന്ന്, കിട്ടുമെന്ന് ഞാൻ കാര്യം നിൽക്കുന്നു, ഞാൻ ഉറപ്പ് നൽകുന്നു. ആർക്ക്? ലിമൻ തറക്കൽ കലിബ, കളവ് പറയുന്നത് ഒഴിവാക്കുന്നവൻ. വൈകാന മാസിഹൻ, ട്രെൻഡത അല്ലേ? തോന്യാസങ്ങൾ പറഞ്ഞ് ചിരിക്കുക, സുഹൃത്തുക്കൾക്കിടയിൽ, ഫ്രണ്ട്സിനിടയിൽ. തമാശ പറഞ്ഞെങ്കിലും എന്റെ തമാശ കേട്ട് ആരും ചിരിക്കണില്ല, ഞാനൊരു കോമഡി പറഞ്ഞിട്ട് ആരും ചിരിക്കണില്ല, അവര് കളവ് പറഞ്ഞിട്ട് അങ്ങനെയെങ്കിലും കുറെ ആളുകളെ ചിരിപ്പിക്കാം എന്ന നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ നിസ്സാരമായി തള്ളിക്കളെ. അതൊരു തമാശ പറഞ്ഞതല്ലേ എന്ന് പറയും. കളവ് പറഞ്ഞാലും തിരുത്തി തന്നാലും നമ്മൾ പറഞ്ഞ ഒരു തമാശയിൽ അത് വിട്ടുകളയാൻ പറ്റുമോ? തമാശ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ജോക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടമാണ്, പക്ഷെ അതിൽ കളവ് റസൂൽ പറഞ്ഞിട്ടില്ല. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുക പാടില്ലാത്ത വിഷയമാണ്. വീണ്ടും റസൂൽ പറഞ്ഞു, ഒരു വീടും കൂടി ഞാൻ ഓഫർ നൽകുന്നുണ്ട്, ഫി അലൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഏറ്റവും മുകളിൽ, ലിമൻ ഹസന ഖുലുഖുഹു, സ്വഭാവം നന്നാക്കിയവൻ, നല്ല നിലയിൽ ആളുകളോട് പെരുമാറുന്നവൻ. വഖാലിഖിൻ നാസ ബിഹുസ്നി ബിഖുലുഖിൻ ഹസൻ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ ഗിഫാരിയോട്, മുആദ് ഇബ്നു ജബലിനോട് പറഞ്ഞത്, ആളുകളോട് നല്ല നിലയിൽ പെരുമാറുക. എത്ര നല്ല വിദ്യാഭ്യാസം ഉണ്ടായ ആളായാണെങ്കിലും, എത്ര വലിയ നേതാവായാലും, നമ്മുടെ സ്വഭാവം, പെരുമാറ്റമാണ് ആളുകളെ നമ്മളിലേക്ക് അടുപ്പിക്കുന്നത്. അത് നമ്മൾ ഗൗരവമായി ചിന്തിച്ചാൽ, അത് കൃത്യമായി നമ്മൾ പുലർത്തിയാൽ സ്വർഗം, അവിടെ സ്വർഗത്തിൽ ഒരു വീട് നൽകും, കിട്ടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനി 12ാമത്തെ തന്നെ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ നമസ്കാരത്തെ തന്നെ ബാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സഫിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. സഫിലുള്ള വിടവ്, ഗ്യാപ്പ് പലപ്പോഴും ഏറ്റവും നമ്മുടെ സലഫി പള്ളികളിൽ നിന്നാണ്. മറ്റൊരു പള്ളികളിൽ നിന്നും അങ്ങനെ ഒരു ഉത്ബോധന ആൾക്ക് കിട്ടുന്നില്ല. നമസ്കരിക്കാൻ നിൽക്കുമ്പോ അല്ലേ,
എത്ര ഹദീസുകൾ അനുസരിച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾ സഫ് നേരെയാക്കണേ, അണി നേരെയാക്കണേ. തീർച്ചയായും നമസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽ പെട്ടതാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ? അവിടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദു ബൈന മനാകിബിക്കും, നിങ്ങൾ തോട് ചേർന്ന് നിൽക്കണേ. വസദ്ദുൽ ഫുറൂജ ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള വിടവ് ഗ്യാപ്പ് ഒഴിവാക്കണേ. പലപ്പോഴും സഹോദരിമാരും ശ്രദ്ധിക്കണം. പല ആളുകളും എന്തുകൊണ്ടത് ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ, ആളുകളുടെ കാലോട് കാല് ചേർത്ത് വെച്ചാൽ ഉളു മുറിഞ്ഞോ എന്ന് വേദാറിലൊക്കെ നിൽക്കുന്ന ചില ആളുകളുണ്ട്. ചിലർക്ക് പ്രശ്നം ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ വല്ലാതെ ചൂടുണ്ടാവും, വിയർപ്പുണ്ടാവും. അപ്പൊ എന്തേ മാറി നിൽക്കണം. ഇതൊക്കെ ശൈത്താൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചിന്തയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്നു, ഞങ്ങൾ കാലുകൾ ഇങ്ങനെ ഒട്ടിച്ച് ചേർത്ത് ഇങ്ങനെ നിൽക്കുക. കത്രിക നിൽക്കും പോലെ ഒരു വിരല് ചെറു വിരൽ ഇങ്ങനെ ഇങ്ങനെ മുട്ടിക്കലല്ല, ശരിക്കും നിൽക്കല് ഇങ്ങനെ നിൽക്കണം. അതിനെന്താണ് കാല് ഇങ്ങനെയല്ല വെക്കേണ്ടത്, ഇങ്ങനെ വെക്കണം. അത് പഠിക്കണം നമ്മൾ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സദ്ദ ഫുർജതൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. സഫിലെ വിടവാരനെ ആ ഗ്യാപ്പ് അവൻ നിവർത്തിയാൽ അവൻ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു വീട് നൽകും. റഫഅഹു ബിഹാ ദറജ, അതിലൂടെ ഒരു പദവി, ഒരു സ്ഥാനം അല്ലാഹു ഉയർത്തും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലേ? വേറെയും ഹദീസുകൾ അതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. 13ാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ നിന്നും വിട പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഒരിക്കലും താങ്ങാൻ കഴിയാത്തൊരു കാര്യം അല്ലേ? പ്രത്യേകിച്ച് മക്കൾ നമ്മുടെ കൺകുളിർമയില്ലേ, അവർക്കുണ്ടാകുന്ന ചെറിയ പ്രയാസം പോലും നമ്മിൽ പലർക്കും സഹിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ. അങ്ങനെയെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ മരിച്ചു പോകുന്നൊരവസ്ഥ അല്ലാഹു കാത്തുരക്ഷിക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു, ക്ഷമിക്കാനും സഹിക്കാനും റബ്ബിനെ സ്തുതിക്കാനും ഒക്കെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഒരു മരണവേളയിൽ അല്ലാഹു മലക്കുകളുമായി നടത്തുന്ന സംഭാഷണം ശ്രദ്ധിച്ചു കേൾക്കണം. മലക്കുകളോട് പറയുന്ന വാക്ക് നബി മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ മാത വലദുൽ അബ്ദി, ഒരാളുടെ സന്താനം ആണോ പെണ്ണോ ആകട്ടെ മരിച്ചു പോകുമ്പോൾ ഖാല അല്ലാഹു ലി മലായികതി, മലക്കുകളോട് അല്ലാഹു പറയും, ഖബദതും വലദ അബ്ദി, നിങ്ങൾ എന്നെ ഇന്നവന്റെ മകന്റെ റൂഹ് പിടിച്ചോ. അല്ലാഹു ചോദിക്കും മലക്കുകളോട്. ഫയഖൂലുന, അവർ പറയും, ഫയഖൂലു നഅം, അവർ പറയും നഅം, അതേ റബ്ബേ ഞങ്ങൾ പിടിച്ചു. ഫയഖൂലു ഖബദതും തമറത ഫുആദി, അവന്റെ കരളിന്റെ കഷ്ണത്തെയാണ് നീ പിടിച്ചു പറിച്ചെടുത്തത് നിങ്ങൾ. മലക്കുകളോട് പറയുന്നു. ഫയഖൂലു നഅം, മലക്കുകൾ പറയും അതേ റബ്ബേ. ഫയഖൂലു മാദാ ഖാല അബ്ദി, അങ്ങനെ മകൻ മരിച്ചു പോയപ്പോ അവന്റെ കരളിന്റെ കഷ്ണത്തെ നിങ്ങൾ വലിച്ചു പറിച്ചു കൊണ്ടുപോകുമ്പോ എന്താ പറഞ്ഞത്? ആ മകന്റെ മകളുടെ ഉപ്പ എന്താ പറഞ്ഞത്? ഫയഖൂലുന, മലക്കുകൾ പറയും ഹമിദക വസ്തർജഅ, അൽഹംദുലില്ലാഹ് എന്നാണ് പറഞ്ഞത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാ പറഞ്ഞത്. നമ്മൾ ആലോചിച്ചു നോക്ക്, ഒരാൾ മരിച്ചപ്പോഴേ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ വിവരമില്ലാത്ത ആളുകൾ എന്താ പറയാ? ഇവനെന്ത് സംസാരം അൽഹംദുലില്ലാഹ് ഹദീസിലുള്ളതാണ്. നമുക്കത് ദഹിക്കൂല, നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽഹംദുലില്ലാഹ്. സ്വന്തം മരിപ്പുകൾ മരിച്ചു പോകുമ്പോഴും മകൾ മരിച്ചു പോകുമ്പോഴും ആദ്യത്തെ വാക്ക് അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ റസൂൽ അപ്പോൾ അല്ലാഹു പറയും, ഉബലൂ ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, എന്റെ ദാസന് സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിതോ, ഒരു വീട് അവന് നിർമ്മിച്ചു കൊടുക്കണം, ഒരു പേര് കൂടി നൽകണം. വസമ്മൂഹു ബൈത്തുൽ ഹംദ്, ആ വീടിന്റെ പേര് ബൈത്തുൽ ഹംദ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഗൗരവമായി നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗത്തിൽ വീട് കരസ്ഥമാക്കാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം നിരന്തരം ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരു മുസ്ലിമായി ജീവിക്കാൻ കഴിയുക റബ്ബ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കോടാനുകോടി മനുഷ്യരിൽ
റബ്ബിനെ അറിഞ്ഞ് അവനെ മനസ്സിലാക്കി അവന്റെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് കഴിവിന്റെ പരമാവധി റബ്ബിനെ അനുസരിച്ച് ജീവിക്കുക, ഒരു ഹിദായത്ത് കിട്ടുക, അങ്ങനെ മുസ്ലിമായി ജീവിക്കുക എന്ന ഏറ്റവും വലിയ ഭാഗ്യം. വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവമായ ഒരു വാക്ക് നമ്മോട് പറഞ്ഞു, കുല്ല തമന്നു അലയ്യ ഇസ്ലാമക്കും. നിങ്ങൾ സൂറത്തുൽ ഹുജറാത്തിൽ ഒന്ന് മറിച്ച് നോക്കണം. അതിന്റെ അവസാനം പറഞ്ഞു, ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കി, ഒന്ന് അതിന്റെ അർത്ഥം പഠിക്കും. നിങ്ങൾ എന്റെ മേൽ നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ എടുത്തു പറയും എന്ന് പറഞ്ഞാൽ, ഞാൻ മുസ്ലിമായത് ഇസ്ലാമിനെന്തോ അതുകൊണ്ടെന്തോ ഒരു പ്രത്യേകത കിട്ടിയിട്ടുണ്ട്, എന്റെ ഔദാര്യം കൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത്, എന്റെ എന്തോ ഒരു കാരുണ്യം കൊണ്ടാണ് ഞാൻ ഇസ്ലാമിൽ മെമ്പറായി തീർന്നത്, അതുകൊണ്ട് ഇസ്ലാമിൽ എന്തൊക്കെ കിട്ടി എന്ന് നിങ്ങൾ പറയരുത്. മുസ്ലിം ആകുക എന്നത് ഓരോ വ്യക്തിക്കും അള്ളാഹു നൽകിയ ഭാഗ്യം. അതങ്ങനെ മനസ്സിലാക്കേണ്ടത്. ദീനിന്റെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ, ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ നമുക്ക് വേണം എന്നൊരു ചിന്ത ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമായി നമ്മൾ നോക്കി അല്ലേ. അവിടെ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കിൽ, നാളെ റബ്ബിനെ മുസ്ലിമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവൻ ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ ഈ ഫർദ് നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ കാണിക്കട്ടെ. ഏറ്റവും നല്ലൊരു മാർഗമാണ് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു ഒരുക്കി കൊടുത്തത്. നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ നമസ്കരിക്കുകയാണെങ്കിൽ, സുന്നത്ത് നമസ്കാരത്തിന്റെ കാര്യമല്ലേ പറയണേ, പിന്നെ ഫർദ് നമസ്കാരം ഈ വൈകി വരുന്ന ആളുകൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യൻ അദ്ദേഹം പറയാണ്, ഒരാൾ വൈകി വരുമ്പോ നമസ്കാരത്തിന് വൈകി വരുമ്പോൾ ചൂണ്ടിക്കാണിച്ചു പറയരുത്, ഇങ്ങനെ വീട്ടിൽ വെച്ച് നീ ബാങ്കോട് സമയം കഴിഞ്ഞു, അങ്ങനെ നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ വെച്ച് നിങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ നിങ്ങളുടെ റസൂലിന്റെ സുന്നത്തിനെയാണ് നിങ്ങൾ കൈവിടുന്നത്, ഉപേക്ഷിക്കുന്നത്. റസൂലിന്റെ മാതൃക നിങ്ങൾ ഉപേക്ഷിച്ചാൽ വഴികളിലായി പോകും. അല്ലാഹുവാണ് സ്വഹാബത്ത് പറഞ്ഞത്. ന്യായമില്ലാതെ കാരണങ്ങളില്ലാതെ ഫർദ് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിച്ചാൽ ആ നമസ്കാരം സ്വീകരിക്കുകയില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ ബൈഹഖി ഉദ്ധരിച്ച ഹദീസിൽ കൃത്യമായി നമുക്ക് കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കേണ്ട വിഷയം, ഞാൻ പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്നത് എന്റെ എന്തോ ഒരു ഔദാര്യം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വന്നതുകൊണ്ട് ഇവിടെ പള്ളികളിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു എന്ന നിലയ്ക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയം. ഇവിടെ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് തൗഹീദ് അനുസരിച്ച് സുന്നത്ത് അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് വലിയ സൗഭാഗ്യം ഈ പള്ളിയിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്, ഇല്ലേ? അപ്പൊ ആ സൗഭാഗ്യം നമുക്ക് കിട്ടിയതാണ്, നമ്മുടെ ഔദാര്യം കൊണ്ട് കിട്ടിയതല്ല. നമ്മളൊരാൾ പള്ളി വന്നതുകൊണ്ട് പള്ളിക്ക് എന്തെങ്കിലുമോ അല്ലെങ്കിൽ റബ്ബിനെന്തെങ്കിലുമോ ഇസ്ലാമിനെന്തെങ്കിലുമോ ഒന്നും ഒരു പ്രത്യേകത, ഒരു ഗുണമോ ഒന്നും കിട്ടുന്നില്ല. നഷ്ടപ്പെടുന്നത് നമുക്കാണ് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഗൗരവമായ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദീർഘമായ ഒരു വാക്കാണ്. എന്നിട്ട് പറഞ്ഞത്, ഇങ്ങനെ വൈകി വരുന്നവൻ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ സൗകര്യം കിട്ടുമ്പോഴൊക്കെ പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന ആളുകളെ പറ്റിയാണ് പറയുന്നത്, അവൻ യഥാർത്ഥത്തിൽ മുനാഫിക്കാണെന്ന് പരക്കെ അറിയപ്പെട്ടവരാണ്. ഞാൻ എന്റെ വാക്കല്ല, സ്വഹീഹ് മുസ്ലിമിലെ 1520 ഹദീസ് നമ്പർ ഒന്ന് പരിശോധിച്ച് നോക്ക് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഗൗരവമായി അല്ലാഹുവിന്റെ റസൂൽ അത്ര ഗൗരവമായി പറഞ്ഞ കാര്യം സ്വഹാബത്ത് നമുക്ക് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ആൾക്കൂട്ടത്തിന് വേണ്ടിയല്ല നമ്മൾ പള്ളിയിൽ വരേണ്ടത്. ഞാൻ പോയില്ലെങ്കിൽ ജമാഅത്തിന് ആരും ഉണ്ടാവില്ല. ഞാൻ പോയില്ലെങ്കിൽ എന്റെ പരലോകം ഞാൻ കഷ്ടത്തിലായി പോകുമല്ലോ എന്ന് ചിന്തിക്കുക. ആ ചിന്തിച്ചവൻ വരും, പള്ളിയിലേക്ക് എത്താൻ സാധിക്കും. അല്ലാത്തവൻ വീട്ടിൽ കിടന്നോ, അത്രേ ഉള്ളൂ. ഏതൊരു സാഹചര്യത്തിലും റബ്ബിന്റെ പള്ളിയിൽ വന്ന് ഇബാദത്തെടുക്കാൻ സാധിക്കുന്നവനെ, അതാണ് അവിടെ പറഞ്ഞത്, ശരിക്കും ഈമാനുള്ളവനെ അത് സാധിക്കും. എന്റെ പ്രിയപ്പെട്ടവനെ, അത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കി. അത് ഉള്ളിലുള്ളവനെ കിടന്നുറങ്ങാൻ പറ്റൂല, അവനെ ഒരു ന്യായം പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റൂല. എപ്പോഴും ഞാൻ പോകുന്നതല്ലേ, ഇന്ന് ജമാഅത്തിന് പോകണ്ട എന്നെ മനസ്സിലുണ്ടാവില്ല, അങ്ങനെ ചിന്ത വരില്ല. ഈ ഗൗരവം മനസ്സിലാക്കിയത് കൊണ്ട്, കാരണം അങ്ങനെയാണ് ആളുകളുടെ സമയത്തോളം നമുക്കൊരു ഇടമില്ല പ്രിയപ്പെട്ടവരെ. അത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണെന്ന് പ്രിയപ്പെട്ടത് നമുക്ക് ചിന്തിക്കും. 2 വീലർ ഉണ്ട്, 4 വീലർ ഉണ്ട്, നമുക്കെന്താ തടസ്സം? നടന്നു പോലും വരണ്ട, നടന്നു വരുന്നവരുമുണ്ട് പള്ളിയിൽ. അത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട വിഷയം. പിന്നെ എന്ത് റബ്ബിനോട് എന്ത് ന്യായമാണ് അവിടെ ചെന്ന് ഇവിടുത്തെ ന്യായമാണ് റബ്ബിനോട് പറയാ? എന്താണ് നമ്മൾ പറയാ?
ഗൗരവമായി ചിന്തിക്കും. നമ്മൾ എന്ത് പറഞ്ഞ് റബ്ബിന്റെ മുന്നിൽ നമ്മൾ സമാധാനം പറയും? അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇതിനോടുള്ള താല്പര്യം അല്ലാഹു നമുക്ക് കൂടുതൽ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഏതെങ്കിലും ജീവിതത്തിൽ ദുർബല നിമിഷത്തിൽ അങ്ങനെ തോന്നുന്നുവെങ്കിൽ അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് പിശാച് ശൈത്താൻ നമ്മെ പിൻവലിക്കുകയാണ്. റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് തിരിച്ചറിവോടുകൂടി കൂടുതൽ കാര്യക്ഷമതയോടുകൂടി ഇതിനനുസരിച്ച് മുന്നേറാൻ പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളുടെ പിഴവുകൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ മരിച്ചുപോയവർക്ക് അല്ലാഹു പുറത്ത് കൊടുത്തവരെയും നമ്മുടെ ഈ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സാമ്പത്തികമായി പ്രയാസമുള്ളവർക്ക് അല്ലാഹു ആശ്വാസം നൽകട്ടെ. ശാരീരികമായി രോഗികളായി കിടക്കുന്നവർ വീട്ടിലും ഹോസ്പിറ്റലും ഒക്കെ കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.